നിങ്ങളൊന്ന് കൺതുറന്ന് കാണുക. ഇത് ഏതാ രാജ്യം? എന്തൊക്കെ തള്ളായിരുന്നു! അയൺ ഡോം, താഡ്, എയറോ 3, ഹെഡ്സ് 3. ഇനി ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയിട്ട് നേരെ കടലിലേക്ക് വിടുന്നതാണ് നല്ലത്. ഇനി അയൺ ഡോം എന്ന് പറഞ്ഞിട്ട് തള്ളാൻ വരുന്നതിനെ ചെവിട്ട് അടക്കി കൊടുക്കണം. ഇതാണ് അവസ്ഥ അയൺ ഡോമിൻ്റെ ഒക്കെ. എന്തായാലും നമ്മൾ ആയുഷ്കാലത്ത് ഇങ്ങനെയൊരു കാഴ്ച കാണിച്ചു തന്നതിന് പടച്ചോന് സ്തുതി. കാരണം ഇല്ലെങ്കിലില്ലേ നമ്മളൊക്കെ നിസ്സഹായ അവസ്ഥയിൽ ഇത്രയും ഇവർ ഡെയിലി ചെയ്യുന്ന ക്രൂരത വീഡിയോസ് കണ്ട് സഹിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മളാകെ ചെയ്യുന്നത് ബോയ്ക്കോട്ട് ചെയ്യുക ഇവരുടെ പ്രോഡക്റ്റ് എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു കുളിർമ, മനസ്സിന് കുളിർ നൽകുന്ന ഒരു കാഴ്ചയാണിത്. ഇത് കാണിച്ചു തന്ന പടച്ചോൻ അങ്ങേയറ്റം സ്തുതി. അല്ലാതെ എന്താ ഞാൻ പറയേണ്ടത്? ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ രാജ്യത്തിനുള്ള വിശേഷണം. ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷയുള്ള രാജ്യം ആരാണ് കൂടെയുള്ളത്? അമേരിക്കയല്ലേ? ഈ അമേരിക്ക കൂടെ ഉള്ളപ്പോഴാണ് ഇറാൻ ഒറ്റക്കടിച്ച് ഈ ഒരു കോലത്തിലാക്കി കൊടുത്തിരിക്കുന്നത്. അതും ഇവർക്ക് ചെലവാകുന്ന ഡിഫൻസ് സിസ്റ്റത്തിന് ചെലവാകുന്ന തുകയുടെ 1% വേണ്ട ഇവരുടെ ഒരു മിസൈലിന് ഇറാന് ചിലവാകുന്നത്. അപ്പം അത്രയും ലാഭ കച്ചവടമാണ് ഇറാന് ഇവരടിക്കാൻ വേണ്ടിയിട്ട് ചിലവായിരിക്കുന്നത്. ഒരു ഫൈറ്റർ ജെറ്റ് പോലും യൂസ് ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ആയിരക്കണക്കിന് 2000-ഓളം കിലോമീറ്റർ ദൂരെ നിന്നാണ് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്നത് നോക്കണേ. അപ്പം ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഖ്യാതിയുള്ള അയൺ ഡോമും പിന്നെ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ ഉള്ള രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ. ഇത് ശരിക്കും നമ്മളെ നാട്ടിലുള്ള കുറേ ആൾക്കാർക്കും കൂടെ ഉള്ളൊരു പാഠമാണ്. ദൈവത്തിന് പോലും വിചാരിച്ചാൽ പോലും ഇസ്രായേലിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്ന് കമൻ്റ് ചെയ്തിട്ടുള്ള നാടാണ് നമ്മളെ നാട്. ഞാൻ അവരെ വിഭാഗത്തിന് പറയേണ്ടതില്ലല്ലോ. ഞാൻ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരാളെ കൊണ്ടുപോയി കിട്ടുന്നില്ല. അവർക്കുള്ള വിശേഷണം ഒറ്റ പേരല്ല. കാരണം സാധാരണക്കാരിൽ പോലും പല രാഷ്ട്രീയ ചിന്താഗതിയിലുള്ളവരിൽ പോലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ജനോസൈഡിലാണെന്ന് അറിഞ്ഞിട്ട് പോലും, കുട്ടികളെയാണ് ഡെയിലി കൊല്ലുന്നതെന്നാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കേവലം ഒരു തുച്ഛമായ മതവിരോധം കൊണ്ട് മാത്രം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നാട്ടിൽ. അവർക്കുള്ളൊരു പാഠമാണിത്. ഇങ്ങനെയും കിട്ടും. ഇങ്ങനത്തെ ഒരു കാലവും നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൊരു ചരിത്രം ആയിട്ട് ഇത് അവശേഷിക്കട്ടെ. എന്തായാലും ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇറാൻ തലയുയർത്ത് നിന്നുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടടിച്ചാൽ തിരിച്ചടിച്ച് പൊളിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി അയൺ ഡോമെന്ന് ഒരു നാണത്തോടു കൂടെ അല്ലാണ്ട് ഇവർക്കിനി വായി തുറന്ന് പറയാൻ പറ്റില്ല. ആ ജാതി അടിയാണ് കൊടുത്തിരിക്കുന്നത്.